അങ്ങനെ ഇന്ന് ഈ ദിവസം സംഭവിച്ച വാർത്തകളാകെ പരിശോധിക്കുകയാണ് പ്രൈം ടൈം ന്യൂസിൽ. തൃശ്ശൂരിൽ നടന്ന മഹാജനസഭയോടെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ BJPയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിനെതിരെ ഖാർഗെ ഒരക്ഷരം മിണ്ടാതിരുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് CPIM-നെതിരായ വിമർശനമാണ്. അണികളെ നിരത്തി തേക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസിന്റെ ശക്തി പ്രകടനം. ഓരോ ബൂത്തുകളിൽ നിന്നും 3 വീതം ഭാരവാഹികളും മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും സമ്മേളനത്തിൽ അണിനിരന്നപ്പോൾ തേക്കിൻകാട് ത്രിവർണ്ണത്തിൽ മുങ്ങി. ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് നടത്തിയ സമ്മേളനം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച ഖർഗെ ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർത്തുവെന്നും BJPയുടെയും നരേന്ദ്രമോദിയുടെയും കൊടി ഉയരാൻ അനുവദിക്കരുതെന്നും ആഹ്വാനം ചെയ്തു. The Kerala people always stood for principles, always stood for poor people, always stood for democracy, always stood for constitution protection. Therefore, we have got high hope. If we win Kerala, we will India. ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള ഇടതുപക്ഷത്തെ ദേശീയ അധ്യക്ഷൻ തൊടാതിരുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് പിണറായി സർക്കാരിനെതിരായ വിമർശനം. മാറി മാറ്റപ്പെടും 20 സീറ്റിൽ ഔട്ട് ഓഫ് 20 സീറ്റ് നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. KPCC പ്രസിഡന്റ് K. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ മഹാജനസഭയിൽ പങ്കെടുത്തു. 1 മാസം മുമ്പ് തൃശൂരിൽ നിന്ന് BJP തുടങ്ങിവച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടിയായി കോൺഗ്രസിന്റെ മഹാജനസഭ. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള തൃശൂരിന്റെ മണ്ണിൽ നിന്ന് മണിപ്പൂരിലൂന്നിയുള്ള BJP വിമർശനമാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത്. എന്നാൽ ഇടതു സർക്കാരിനെ കടന്നാക്രമിച്ചാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മഹാജനസഭയെ അഭിസംബോധന ചെയ്തത്. ലക്ഷ്യം ഒന്നു മാത്രം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ട്രാക്കിൽ ആദ്യം ഓടിയെത്തുക, അതിനായി അണികളെ അണിനിരത്തുക. തൃശൂരിൽ നിന്നും വിനേഷ് ബാബുരാജിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഒഴികെ സിറ്റിംഗ് MPമാരെ തന്നെ നിർത്താൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിർദ്ദേശം. ആലപ്പുഴ, കണ്ണൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ 4 അംഗ ഉപസമിതിയെയും തീരുമാനിച്ചു. അതിനിടെ മത്സരിക്കാൻ താൽപര്യമില്ലെന്നറിയിച്ച കൊടിക്കുന്നിൽ സുരേഷ് MPയെ നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. തൃശൂരിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടങ്ങുമ്പോൾ തന്നെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം നിലവിലെ MPമാർ തുടരുക എന്നതായിരുന്നു. അനാരോഗ്യം മൂലം മത്സരത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച K. സുധാകരൻ നിലപാട് യോഗത്തിലും ആവർത്തിച്ചു. പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ 4 അംഗ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. K. സുധാകരൻ, VD സതീശൻ, MM ഹസൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് ഉപസമിതിയിലെ അംഗങ്ങൾ. കണ്ണൂരിനെ കൂടാതെ നിലവിൽ CPIM-ന്റെ കൈവശമുള്ള ആലപ്പുഴ സീറ്റിലെ സ്ഥാനാർത്ഥിയെയും ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷാണ് MPമാർ തുടരട്ടെ എന്ന തീരുമാനത്തോട് ആദ്യം വിയോജിപ്പ് അറിയിച്ചത്. എന്നാൽ നേതാക്കൾ ഇടപെട്ടതോടെ കൊടിക്കുന്നിൽ വഴങ്ങി. നിലവിൽ 15 സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 16 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. കോട്ടയം ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂക്ഷ്മത വേണമെന്നാണ് അഭിപ്രായം. കൊല്ലത്ത് RSP തന്നെ. മലപ്പുറവും പൊന്നാനിയും കൂടാതെ ഒരു മണ്ഡലം കൂടി വേണമെന്ന ലീഗ് ആവശ്യത്തിൽ നാളെ ചേരുന്ന UDF യോഗത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക തീരുമാനം അറിയിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് KPCCയുടെ ആഗ്രഹം. ഹൈക്കമാൻഡാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിന് മുൻപിൽ വഴിമുട്ടി UDF-ലെ സീറ്റ് വിഭജന ചർച്ച. നാളെ ചേരുന്ന UDF നേതൃയോഗത്തിൽ വിഷയം പരിഹരിക്കാമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ലീഗിന്റെ ആവശ്യത്തിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമാകാനായിരുന്നു UDF നീക്കം. ആ പ്രതീക്ഷകളാണ് മുസ്ലിം ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ വഴിമുട്ടിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം 3ാം സീറ്റ് എന്നായിരുന്നു ലീഗിന്റെ ആദ്യ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ കണ്ണൂർ വേണമെന്നാണ് UDF യോഗത്തിൽ ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി. അധിക സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനമെങ്കിലും ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. 3ാം സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്നായിരുന്നു K. മുരളീധരൻ MPയുടെ അഭിപ്രായം.
എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. മൂന്നാം സീറ്റ് ചോദിക്കാനുള്ള ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷനെ ഫേസ് ചെയ്യും. ആവശ്യങ്ങളെല്ലാം UDF നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും തൽക്കാലം പരസ്യ പ്രതികരണമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മീറ്റിംഗിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. നാളെ രാവിലെ 11:30 UDF നേതൃയോഗം. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും സീറ്റ് വിഷയം ചർച്ചയാകും. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. വയനാട്ടിൽ ആനി രാജയെയും തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയും മത്സരിപ്പിക്കാനാണ് ആലോചന. അടുത്തയാഴ്ച ചേരുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. 4 ലോക്സഭാ സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളാണ് CPIയുടേത്. സ്ഥാനാർത്ഥി നിർണയം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുൻപ് ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ അഭിപ്രായമുയർന്നിരുന്നു. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട്ടിലെ പോരാട്ടത്തിൽ ആനി രാജയെ രംഗത്തിറക്കാനാണ് CPIയുടെ ആലോചന. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് തൃശൂർ. ജനകീയ മുഖമായ VS സുനിൽകുമാറിനെ തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കി തൃശൂർ തിരിച്ചുപിടിക്കാനാണ് CPIയുടെ നീക്കം. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറിനെ മത്സരത്തിനിറക്കിയേക്കും. ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. തലസ്ഥാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാനാണ് ആലോചന. 2005 PK വാസുദേവൻ നായരുടെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചിരുന്നു. അതിനുശേഷം CPIക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം 10, 11 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ തള്ളി പന്ന്യൻ രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് നേരത്തെ തന്നെ താൻ അറിയിച്ചതാണെന്നും ഇക്കാര്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തുമെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമേ CPI സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൂവെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാലേ സ്ഥാനാർത്ഥി ചർച്ചകളെ കുറിച്ച് തുടങ്ങും. ഞങ്ങൾക്ക് കേരളത്തിലെ മിക്ക സീറ്റുകളും വിജയപ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനിനി ഇല്ല എന്ന് 2009 ശേഷം 2013 ഒരിക്കൽ അതൊരു പ്രത്യേക സന്ദർഭത്തിൽ സഖാവ് ചന്ദ്രപ്പ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമനുസരിച്ചാണ് എനിക്ക് പോയി മത്സരിക്കേണ്ടി വന്നത്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. അത് പാർട്ടിയെ ഞാൻ ബോധ്യപ്പെടുത്തും. ഈ പറയുന്നൊന്നും തന്നെ തീരുമാനമല്ല. അതുകൊണ്ട് ആരും ദയവ് ചെയ്തിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കല്ല. കോട്ടയത്തെ LDF സീറ്റിൽ വീണ്ടും തോമസ് ചാഴികാടൻ തന്നെ മത്സരിച്ചേക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തോമസ് ചാഴികാടൻ 24നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. MP എന്ന നിലയിലെ പ്രകടനം തന്നെയാണ് തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസും വീണ്ടും പരിഗണിക്കാനുള്ള കാരണം. നിലവിൽ മറ്റു നേതാക്കളുടെ പേരുകളൊന്നും തന്നെ ചർച്ചയിലില്ല. സ്ഥാനാർത്ഥിയാകാൻ നേതാക്കളാരും അവകാശവാദവും ഉന്നയിക്കാത്തതിനാൽ ചാഴിക്കാടന് തന്നെ ഒരവസരം കൂടി നൽകിയേക്കുമെന്നാണ് വിവരം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ചാഴിക്കാടനും 24നോട് പറഞ്ഞു. പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയും പാർട്ടിയുമാണ് സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കി നടപടികളിലേക്ക് പോകും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. LDFിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജോസ് കെ മാണി നടത്തും. അതേസമയം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ജോസഫ് വിഭാഗം നാളെ ഹൈപ്പവർ കമ്മിറ്റി ചേരും. UDFുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് ശേഷമാവും തിരുവനന്തപുരത്ത് ഹൈപ്പവർ കമ്മിറ്റി ചേരുക. ഇതിനുശേഷം PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തോമസ് ചാഴിക്കാടനിലേക്ക് ഒതുങ്ങുമ്പോൾ തർക്കത്തിനൊടുവിൽ ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തി നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24.
പമ്പാനദിയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. പത്തനംതിട്ട റാന്നി ചന്തക്കടവിലാണ് സംഭവം. പുതുശ്ശേരിമല സ്വദേശി അനിൽകുമാർ, മകൾ നിരഞ്ജന, സഹോദരന്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. മൃതദേഹം റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. സഹോദരൻ സുനിലിന്റെ വീട്ടിലെത്തിയ അനിൽകുമാറും കുടുംബവും ഗൗതത്തെയും കൂട്ടി നദിയിൽ തുണി നനയ്ക്കാനും കുളിക്കാനുമായി എത്തിയപ്പോഴാണ് അപകടം. ആദ്യം ഗൗതമാണ് ഒഴുക്കിൽപ്പെട്ടത്. ഗൗതമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിൽകുമാറും നിരഞ്ജനയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയാണ് മരിച്ച അനിൽകുമാർ. ഗൗതം 9ാം ക്ലാസ് വിദ്യാർത്ഥിയും നിരഞ്ജന +2 വിദ്യാർത്ഥിയുമാണ്. റാന്നി അഗ്നിരക്ഷാ നിലയത്തിലെ സ്കൂബ ടീമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ആന്റണി MP, റാന്നി MLA പ്രമോദ് നാരായൺ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി. ഇവിടെ വലിയ പരിചയം ഉള്ള ആൾക്കാരാണെന്നല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാടകയ്ക്ക് താമസിക്കുന്നവരാണെന്ന് അറിഞ്ഞത്. എങ്കിലും അവരോട് ഒരു അപകടത്തിൽപ്പെട്ടു. പെൺകുഞ്ഞിനും കൂടെ സാരിത്വം പറഞ്ഞു കൊടുത്തെങ്കിലും അച്ഛൻ ഒഴുക്കപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് വഴുതി മാറിയതോടുകൂടിയാണ് അവരും നമുക്ക് മിസ്സായതെന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. റാന്നി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നാളെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 പത്തനംതിട്ട. കോട്ടയം പാക്കിൽ പവർ ഹൗസ് ജംഗ്ഷനിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണം 2ആയി. പള്ളം സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ജോഷുവ, ചെട്ടിക്കുന്ന് സ്വദേശി +1 വിദ്യാർത്ഥി അബിഗേൽ എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. ജോഷുവ സംഭവസ്ഥലത്തും അബിഗേൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ചിങ്ങവനം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന ബജറ്റ് നാളെ. സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിലുണ്ടാവുക. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് മറികടക്കാൻ ബദൽ മാർഗങ്ങളാകും ബജറ്റിൽ പ്രധാനമായും ഇടം പിടിക്കുക. വരുമാന വർധനവിനായി അധിക വിഭവ സമാഹരണത്തിനാണ് നീക്കം. കേരളത്തിന് നികുതി വർദ്ധിപ്പിക്കാവുന്ന മേഖലകൾ പരിമിതമായതിനാൽ ഇതിനായി മറ്റ് മേഖലകളിലേക്ക് ബജറ്റ് നീങ്ങുമെന്നുറപ്പ്. ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനിടയില്ല. നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരും. വിഭവ സമാഹരണത്തിലുള്ള മാന്ത്രികവടി ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മാന്ത്രികവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രികവടികളുണ്ടാവും. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഹരിത വാഹന നയം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. നികുതി കുടിശ്ശിക വരുത്തിയവരിൽ നിന്ന് ഇത് ഈടാക്കാൻ പുതിയ പദ്ധതികളുണ്ടാകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് DA, റബ്ബർ കർഷകർക്ക് സഹായമായ പദ്ധതികൾ എന്നിവ ബജറ്റിൽ ഇടം നേടുമെന്നാണ് സൂചന. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെയും കെട്ടിട നിർമ്മാണ മേഖലയിലെയും മാന്ദ്യം നേരിടാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഇതിനായി പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ചെലവ് ചുരുക്കലിനായി കർശന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകും. ഇതിനൊപ്പം സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പ്രതിസന്ധിക്ക് കാരണം ധനവിനിയോഗത്തിലെ പിടിപ്പുകേടെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനം. കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റേത് അതീവ മോശം ധനമാനേജ്മെന്റ് എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിമർശനം. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാളും തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സില്ലെന്നും കേന്ദ്രം ആരോപിച്ചു. രാജ്യത്ത് ഏറ്റവും അധികം കടമെടുപ്പുള്ള 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ തവണ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ കേരളത്തിൽ അടിയന്തര സാഹചര്യമൊന്നും ഇല്ലെന്നായിരുന്നു കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ അറിയിച്ചത്. ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജി പരിഗണിക്കേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. തുടർന്നായിരുന്നു ഒരാഴ്ചയ്ക്കകം വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതോടെ ഈ മാസം 13-ന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹർജിയിലൂടെ സംസ്ഥാനം ഉന്നയിക്കുന്നത്. 24 ഡൽഹി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രാമക്ഷേത്ര പ്രസ്താവന സദുദ്ദേശത്തിലെന്ന് മുസ്ലിം ലീഗ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു. മഞ്ചേരിയിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രസംഗം വിവാദമായതോടെയാണ് വിശദീകരണം. ലീഗ് അണികളെ നേതാക്കളെ
മണ്ടന്മാരാക്കുകയാണെന്ന് INL കുറ്റപ്പെടുത്തി. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയും അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാണക്കാട് സാദിഖലി തങ്ങളുടെ ഈ വാക്കുകളാണ് വിവാദമായത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ RSS അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന വിമർശനവുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് രംഗത്ത് വന്നു. ആ നിലപാട് മുസ്ലിം വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയും മതനിരപേക്ഷ വിശ്വാസികളുടെയും നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാദിഖലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ആര് പറഞ്ഞു? ഞാനോ പറഞ്ഞില്ലല്ലോ. സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം ശക്തമായതോടെ വിശദീകരണവുമായി ലീഗ് നേതൃത്വമെത്തി. അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ് തങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. തങ്ങളുടെ പ്രസംഗം കൂടുതൽ വിവാദമാക്കേണ്ടെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്. 24 മലപ്പുറം. ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിലൂടെ രാജ്യത്തെ നിയമം ലംഘിക്കപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ ഭരിക്കുന്നവരുടെ പിന്തുണയോടെ വിവിധങ്ങളായ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ നീക്കം. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ കൊമ്പുകയർക്കേണ്ടവരല്ലെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ ഭരിക്കുന്നവരുടെ തന്നെ പിന്തുണയോടെ വിവിധങ്ങളായിട്ടുള്ള അവകാശവാദങ്ങൾ ഇവിടെ പലരും മുന്നോട്ട് വെക്കുകയാണ്. അതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണെന്ന് പറയുമ്പോൾ അവിടെയാണ് ന്യൂനപക്ഷങ്ങൾ വേദനിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ട്. അത് പരസ്പരം കൊമ്പ് കോർക്കേണ്ടവരല്ല, പരസ്പരം മനസ്സിലാക്കേണ്ടവരാണ്. കാശി ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പൂജയ്ക്ക് അനുമതി നൽകിയത് ഏറെ വേദനാജനകമാണ്. മതേതരത്വത്തിന് വിഘാതമുണ്ടാക്കുന്നതാണ് കോടതി വിധിയെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ള സമയമാണ് ഗ്യാൻവാപ്പി മസ്ജിദ്. പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നാഥുറാം ഗോഡ്സെ പ്രകീർത്തിച്ചുള്ള പ്രൊഫസറുടെ ഫേസ്ബുക്ക് കമന്റിൽ വിശദീകരണം തേടി NIT ഡയറക്ടർ. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട്. അധ്യാപികയുടെ അഭിപ്രായം അപമാനകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്ന് അടച്ച NIT ക്യാമ്പസ് നാളെ വീണ്ടും തുറക്കും. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനൊരുങ്ങി ഉത്തരാഖണ്ഡ്. കരട് ബില്ല് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ പാസാക്കി. ചൊവ്വാഴ്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. സഭയിൽ ബില്ലിന്മേൽ ചർച്ച ചെയ്ത് പാസാക്കാനാണ് നീക്കം. കഴിഞ്ഞ ഫെബ്രുവരി 2 ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി സർക്കാരിന് കരട് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് വിശദമായി പരിശോധിച്ച് മന്ത്രിസഭ പാസാക്കിയത്. UCC നടപ്പാക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഉത്തരാഖണ്ഡിലെ BJP സർക്കാരിൻ്റേത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നാളെ പാർലമെന്റിൽ തുടക്കം. എല്ലാ അംഗങ്ങളോടും സഭയിൽ ഹാജരാകാൻ BJP നേതൃത്വം നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ അവസാനത്തെ പ്രസംഗമാണ് നാളത്തേത്. തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട നിശ്ചയിക്കുന്നതാകും പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്നാണ് സൂചന. കേരള സാഹിത്യ അക്കാദമി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം നിരസിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദൻ മാഷോ ആയിരുന്നില്ല പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഖേദമറിയിച്ചിരുന്നതായി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ
പ്രഭാഷണം നടത്തിയതിന് 2400 രൂപയാണ് പ്രതിഫലമായി ലഭിച്ചതെന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമിയോട് ഖേദമറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നഷ്ടപരിഹാരം നൽകുമെന്ന് സാഹിത്യ അക്കാദമി വ്യക്തമാക്കി. ബാലന്റെ കേസിൽ അങ്ങനെയുള്ള ചില കേസുകളിൽ ചില എക്സെപ്ഷൻസ് അനുവദിക്കേണ്ട പ്രശ്നമുണ്ട്. കാരണം ബാലന് 1 മണിക്കൂർ സംസാരിക്കുന്നത് 2 മണിക്കൂർ സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കാനായിട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് പണം അയക്കുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ടുള്ള പണം. ഇതിനിടെയാണ് വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറുപടി. അക്കാദമിയുടെ നഷ്ടപരിഹാരം തനിക്ക് വേണ്ട. കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയായിരുന്നു പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. സീരിയൽ, സിനിമാ താരങ്ങൾക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് പ്രതിഫലമായി നൽകുന്നത്. കവികളോടുള്ള സമീപനത്തിൽ സർക്കാരും സമൂഹവും മാറ്റം വരുത്തണം. നഷ്ടപരിഹാരം നൽകി തന്നെ ഒതുക്കുകയല്ല വേണ്ടതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. 24 കൊച്ചി. സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. നിർബന്ധിച്ച് കേരള ഗാനം എഴുതിപ്പിച്ച ശേഷം ഒഴിവാക്കിയെന്നാണ് ആരോപണം. കെ സച്ചിദാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചെന്ന് ശ്രീകുമാരൻ തമ്പി കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണം കെ സച്ചിദാനന്ദൻ നിഷേധിച്ചു. വിഷയം ഗൗരവതരമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കി. കേരള ഗാനത്തിനായി നിർബന്ധിച്ച് പാട്ടെഴുതിപ്പിച്ച ശേഷം തന്നെ അപമാനിച്ചെന്നാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ഗാനം യൂട്യൂബിലൂടെ പുറത്തുവിടുമെന്നും ഇനി അക്കാദമിക്ക് ഗാനം നൽകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എഴുതിച്ചിട്ട് ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടല്ലേ? ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനെന്ന് സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിനാരായണന്റെ പാടെടുത്തെങ്കിൽ ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. 3 പേരുടെ വരികളാണ് പരിഗണനയിലെന്നും നിലവിൽ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണന്റെ വരികളാണെന്നും കെ സച്ചിദാനന്ദൻ. ശിവാനന്ദ നമ്മൾ പറഞ്ഞു എഴുതിച്ചാണ്, അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന്, അതിൽ തിരഞ്ഞെടുത്ത് 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂവെന്ന് അക്കാദമി സെക്രട്ടറി CP അബൂബക്കറും പ്രതികരിച്ചു. അക്കാദമി അധികൃതരുമായും ശ്രീകുമാരൻ തമ്പിയുമായും നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ 24-നോട് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച വിഷയം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആവശ്യപ്പെട്ടതിനാലാണ് വരികൾ എഴുതി നൽകിയതെന്നും ഇതുവരെയും തന്റെ ഗാനം തെരഞ്ഞെടുത്തതായി അറിയിച്ചിട്ടില്ലെന്നും ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രതികരിച്ചു. വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. സാഹിത്യ അക്കാദമിയെ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. കവിയും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. 87 വയസ്സായിരുന്നു. N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് മുഴുവൻ പേര്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, കവി, വിവർത്തകൻ, നിരൂപകൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു. ടാഗോറിന്റെ ഗീതാഞ്ജലിയൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഏറെ ശ്രദ്ധ നേടിയ കവി കൂടിയാണ്. എങ്ങനെ ഓർമ്മിക്കാം, സ്മരിക്കാം സാഹിത്യ ജീവിതത്തെ? ഗൂഗിൾ ഇന്ന് രാത്രി 9:30 NK ദേശത്തിന്റെ അന്ത്യം. മകളുടെ വീട്ടിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു NK ദേശം. അദ്ദേഹം രാത്രി 9:30 അന്ത്യം രേഖപ്പെടുത്തിയത്. 87 വയസ്സായിരുന്നു. മലയാള കവിയും നിരൂപകനുമായ NK ദേശം നിരവധി കൃതികൾ മലയാളത്തിൽ രചിച്ചിട്ടുണ്ട്. മൃതദേഹം കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ NK ദേശത്തിന് ലഭിച്ചിട്ടുണ്ട്. 2009 അദ്ദേഹത്തിന്റെ മുദ്ര എന്ന കവിതാ സമാഹാരത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2017 രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ മലയാളം പരിവർത്തനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി രചനകൾക്ക് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തനായ ഒരു കവിയും നിരൂപകനുമാണ് NK ദേശം. അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇന്ന് രാത്രി 9:30 ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നാളെയാണ് സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്.
ശരി, മലയാള സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ മറ്റൊരു മഹാനായ സാഹിത്യകാരൻ കൂടി വിടവാങ്ങുന്നു. NK ദേശം അന്തരിച്ചു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കേരള സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട അടിയന്തര സെനറ്റ് യോഗം വിളിച്ചതിനെതിരെ സിൻഡിക്കേറ്റ്. സെനറ്റ് യോഗം വിളിക്കാനുള്ള തീരുമാനം നിയമവിരുദ്ധമാണ്. ചാൻസലറുടെ തീരുമാനം നടപ്പാക്കാൻ VC അനാവശ്യ ധൃതി കാണിച്ചാൽ പ്രതിരോധിക്കുമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. നീക്കത്തെ ജനാധിപത്യപരമായി നേരിടുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിനെ നേരിട്ട് അറിയിച്ചു. സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കാൻ ഈ മാസം 16-ന് അടിയന്തര സെനറ്റ് യോഗം വിളിച്ചിരുന്നു. BJP ഓപ്പറേഷൻ താമര ആരംഭിച്ചെന്ന ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലേനയുടെ പ്രസ്താവനയിൽ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകി. നാളേക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. BJPയിൽ ചേരാൻ നിർബന്ധിച്ചുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഹാജരാകാത്തതിനെതിരെ ED കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ നിയമോപദേശം തേടി. 25 കോടി രൂപ പാർട്ടി MLA-മാർക്ക് നൽകി ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്കും ഡൽഹിയിൽ BJP ഓപ്പറേഷൻ ലോട്ടസ് വീണ്ടും ആരംഭിച്ചെന്ന വിദ്യാഭ്യാസ മന്ത്രി അതിഷിയുടെ പ്രസ്താവനയിലുമാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം പിടിമുറുക്കിയിരിക്കുന്നത്. പരാമർശങ്ങളിൽ ഡൽഹി BJP ഘടകം പരാതി നൽകിയിരുന്നു. ഈ കേസിൽ ഇന്നലെ അന്വേഷണ സംഘം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് നോട്ടീസ് നൽകിയിരുന്നു. BJPക്കെതിരെ കേജ്രിവാൾ ആരോപണം ആവർത്തിച്ചു. BJPക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ഇതിന് പിന്നാലെയാണ് അതിഷിയുടെ വസതിയിൽ അന്വേഷണ സംഘം ഇന്നെത്തി നോട്ടീസ് നൽകിയത്. പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമായ തെളിവുകൾ നൽകാനും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനുകൂല പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. EDയും കേജ്രിവാളിനെതിരെ നടപടി കടുപ്പിക്കുകയാണ്. അഴിമതി കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും സൂചനകളുണ്ട്. 24 ഡൽഹി. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുത്തൻകുരിശ് യാക്കോബായ സഭ ആസ്ഥാനത്ത് നടന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചർച്ച് ബിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുക്കണമെന്ന് ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളന വേദിയിലായിരുന്നു സഭാ തർക്കത്തിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം. യാക്കോബായ സഭയുടെ അസ്തിത്വം നിലനിന്നു പോകണം. എല്ലാവരുടെയും സഹകരണത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി. ഒരു സഭ എന്ന നിലക്കുള്ള നിങ്ങളുടെ അസ്തിത്വം അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ ചിലത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയും ഒട്ടേറെ നടപടികൾ വേണ്ടതായിട്ടുണ്ട്. സെമിത്തേരി ബില്ല് നടപ്പിലാക്കിയ സർക്കാരിന് കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ നന്ദി പറഞ്ഞു. ചർച്ച് ബില്ല് നടപ്പാക്കാൻ മുൻകൈ എടുക്കണമെന്നും അഭ്യർത്ഥന. Your Excellency, I especially thank you for your efforts to bring about the cemetery bill, which helped our people tremendously. Church Act, and we hope and pray that that act will be brought to the Assembly and voted upon without many changes in it. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയെ പാത്രിയർക്കീസ് ബാവ സ്ഥാനീയ ചിഹ്നം നൽകി ആദരിച്ചു. ഇപ്പോൾ ശ്രേഷ്ഠ ബാവാതിരുമേനിയുടെ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെയും അദ്ദേഹത്തിന്റെ കഷ്ടതയും കഷ്ടപ്പാടിന്റെയും വിശുദ്ധ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച ശ്രേഷ്ഠ ബാവാതിരി മനസ്സുകൊണ്ട് നീണാൾ വാഴട്ടെ. ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപ്പൊലിത്തയെ മലങ്കര മെത്രാപ്പൊലിത്തയായി നിയമിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും നടന്നു. കാതോലിക്കോസ് ചാരിറ്റി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രേഷ്ഠ പുരസ്കാരം ISRO ചെയർമാൻ S സോമനാഥന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. 24 കൊച്ചി. തണ്ണീർക്കൊമ്പൻ വിഷയത്തിൽ കർണാടക വനംവകുപ്പിന് ഗുരുതര വീഴ്ച. ആന കേരള അതിർത്തിയിലേക്ക് കടന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ല. റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങൾ ലഭിക്കാത്തതും ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് തിരിച്ചടിയായി. പെല്ലറ്റ് ആക്രമണത്തിന് ആന വിധേയനായിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകളും അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതുമാണ് മരണകാരണം. ജനുവരി 16-നാണ് തണ്ണീർക്കൊമ്പനെ ഹാസനിൽ നിന്ന് പിടികൂടി മൂലഹള്ള ഭാഗത്ത് വിടുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച് അന്നു തന്നെ കാട്ടിൽ വിട്ടതായാണ് കർണാടക വനംവകുപ്പിന്റെ വിശദീകരണം. നാഗർഹോളെ വഴി തോൽപ്പെട്ടിയിലേക്ക് എത്തുകയും തുടർന്ന് തലപ്പുഴയിലൂടെ എടവകയിലേക്കും മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ആന കേരളത്തിന്റെ വനാതിർത്തി കടന്ന വിവരം കർണാടക വനംവകുപ്പ്
ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാത്തതും ട്രാക്കിങ്ങിന് തിരിച്ചടിയായി. മാനന്തവാടിയിലേക്ക് ഇറങ്ങിയതിന്റെ തലേദിവസം തലപ്പുഴ ഭാഗത്തും അതിനു മുമ്പ് തിരുനെല്ലി സർവാണി ഭാഗത്തും ആനയെ കണ്ടതായുള്ള വിവരം വനം വകുപ്പിനെ നാട്ടുകാർ അറിയിച്ചിരുന്നു. ഈ സമയം സർവ്വസന്നാഹവും ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് തന്നെ തുരത്താൻ കഴിയാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉദ്യോഗസ്ഥരും ഈ ആനയെ കുറിച്ച് മനസ്സിലാക്കാനോ അതിനെ തടയാനോ ശ്രമിക്കാതിരുന്നത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കണ്ടുവരും. ആന ഗുരുതരമായ രീതിയിൽ പെല്ലറ്റ് ആക്രമണത്തിന് വിധേയനായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. കർണാടകയിലെ തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാകും ഈ സ്ഥിതി ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. ശരീരത്തിനുള്ളിലെ പഴുപ്പ് ആഴമേറിയതാണ്. ഇത് പലയിടങ്ങളിലേക്കും പടർന്നിട്ടുമുണ്ട്. അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതും മരണത്തിന് കാരണമായതായാണ് വിലയിരുത്തൽ. അതേസമയം തണ്ണീർക്കൊമ്പന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതി അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം. കർണാടക വനംവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. 24 വയനാട്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. സഭാ ഇലക്ട്രീഷ്യന്മാരിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് BJP അംഗത്വം എടുത്തതെന്ന് ഷോൺ ജോർജ്. 24 ജനകീയ കോടതി പരിപാടിയിലാണ് വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഹർജി ഫയൽ ചെയ്ത കാര്യം ബിനീഷ് കോടിയേരിയെ അറിയിച്ചിരുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസികളെ ഒപ്പം നിർത്താനുള്ള BJPയുടെ നീക്കങ്ങൾക്കിടെയാണ് BJP പ്രവേശനത്തിന് പിന്നാലെയുള്ള ഷോൺ ജോർജിന്റെ പ്രതികരണം. അനുവാദം വാങ്ങേണ്ട സഭാധ്യക്ഷന്മാരിൽ നിന്നെല്ലാം അനുവാദം ലഭിച്ച ശേഷമാണ് BJP പ്രവേശനമെന്നും ഈ സഭാധ്യക്ഷന്മാരുടെ പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഷോൺ ജോർജ്. ഞാൻ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തിയാണ്. പാലാ രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സീറോ മലബാർ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. ആഗോള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് അനുവാദം മേടിക്കേണ്ടവർക്കെല്ലാം ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ പറയട്ടെ ഞാനത് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതും എന്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്നതും തുല്യം ഞാൻ ചെയ്യില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഹർജി ഫയൽ ചെയ്ത കാര്യം ബിനീഷ് കോടിയേരിയോട് പറഞ്ഞിരുന്നുവെന്നും പിതാവ് PC ജോർജ് വഴി ഹർജി നൽകിയാൽ പോരെ എന്നായിരുന്നു ബിനീഷിന്റെ ചോദ്യമെന്നും ഷോൺ ജോർജ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞാളിയ ഇങ്ങനൊരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം ഞാൻ എന്താ പറയാനാ, എന്നോട് ഇല്ല എതിർത്തിയല്ല, നീ ഫയൽ ചെയ്യണമായിരുന്നോ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം പിണറായിക്കെതിരെയൊക്കെ വരുമ്പോൾ അങ്കിളിനെ കൊണ്ടും കാര്യം ഫയൽ ചെയ്തപ്പോരായിരുന്നു. അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഫയൽ ചെയ്യുന്നവനറിയാം. കൈവെട്ട് കേസിൽ പ്രൊഫസർ TJ ജോസഫ് ഇസ്ലാമിനെ വിമർശിച്ചത് തെറ്റെന്നും ഇതര മതസ്ഥർ മതവിമർശനം നടത്തുമ്പോൾ വിശ്വാസം മുറിപ്പെടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. 24 കൊച്ചി. എറണാകുളം ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ IBIS സോഫ്റ്റ്വെയർ ക്യാമ്പസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. IBISന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ക്യാമ്പസാണ് കൊച്ചിയിലേത്. ഇൻഫോ പാർക്ക് ആദ്യ ഫേസിലെ 4.2 ഏക്കറിലാണ് IBIS സോഫ്റ്റ്വെയറിന്റെ പുതിയ ക്യാമ്പസ്. 3000 പ്രൊഫഷണലുകൾക്ക് ഒരേ സമയം ഇവിടെ ജോലി ചെയ്യാം. ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം സമ്മാനിക്കുകയുമാണ് IBISന്റെ ലക്ഷ്യം. വ്യോമയാന സോഫ്റ്റ്വെയർ രംഗത്തുൾപ്പെടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് IBIS കൊണ്ടുവന്നത്. We will be commissioning all of it. It has 14 floors. We have done 4 floors. We will be doing another 3 more floors, and perhaps by the next year we will complete the build-up of this and occupy all of these floors, which then become a major investment in the state of about 300 crores. IBISന്റെ വളർച്ച കേരളത്തിലെ വ്യവസായ സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ നേർസാക്ഷ്യമാണെന്നാണ് പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ പിറവിയെടുത്ത ഒരു ആധുനിക സാങ്കേതിക വിദ്യാ സംരംഭമാണിത്. 25 വർഷങ്ങളായി ആഗോള സാന്നിധ്യമുള്ള ഒരു കമ്പനിയായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ കൂടുതൽ മികച്ച ഇടപെടൽ നടത്തുന്നതിന് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എബവ് പ്രോപ്പർട്ടി സർവീസ് എന്ന കമ്പനിയെ ഈ വർഷം ആദ്യം IBIS ഏറ്റെടുത്തിരുന്നു. 750 കോടി രൂപയുടേതായിരുന്നു ഈ ഏറ്റെടുക്കൽ. 24 കൊച്ചി. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.